നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞ ലാൻഡ്സ്കേപ്പ് പ്രത്യേകിച്ച് ഇതാക്കിയിട്ട് പറഞ്ഞ നമ്മളെ കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്കൊന്നും സംഭവിച്ചാണ്. ഇന്ന് ഉച്ചയ്ക്ക് സംഭവം ഇന്ന് 2 പ്രാവശ്യം പല പ്രാവശ്യം ഇന്ന് ഉച്ചയ്ക്കൊന്നും സംഭവിച്ചു. കാരണം എൻ്റെ തൊട്ട ഓഫീസാണ്, നമ്മളെപ്പോഴും കാണുന്നതാണത്. നമ്മളത് മുഖ്യമന്ത്രിക്കടക്കം നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ നിവേദനം കൊടുത്താണ്. ഞങ്ങളിവിടെ നല്ല രീതിയിൽ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇവിടെയൊക്കെ ഈ പരിസ്ഥിതി നല്ല രീതിയിൽ ചെയ്യാനും അവതരിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഇതുവരെ അനധികൃതമായിട്ട് ഒരു കിട്ടിയിട്ടില്ല, അതിൻ്റെ നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ PWD ഏതാ ആയിട്ട് നേരിട്ടിട്ട് അയച്ച് കൊടുത്തിട്ട് നല്ലൊരു ഡിവൈഡർ അവിടെ ലൈറ്റ് ബോർഡ് സിഗ്നൽ ബോർഡ് അവിടെ സ്ഥാപിക്കാൻ നമ്മൾ നിർദ്ദേശിക്കുകയാണ്. പാലക്കാട് നിന്ന് വരികയായിരുന്നു. അതിവിടെ എന്താ ഇവിടുത്തെ സ്ഥലപ്പേരെന്താ പറയുക, ഉമ്മരമ്പത്തൂർ ചുങ്കം എന്ന സ്ഥലത്തിൽ ഇതിൻ്റെ ഈ ഇത് കെട്ടിയിട്ടുണ്ട്, ഡിവൈഡ് കെട്ടിയിട്ടുണ്ടല്ലോ. അതിൻ്റെ തലപ്പത്ത് ഇടിച്ചിട്ട് ഞങ്ങളെ വണ്ടി അപ്പോൾ അറിയാൻ പോകേണ്ടത് തലനാരിക്കാൻ രക്ഷപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ ഒരു സിഗ്നൽ ബോർഡോ വേറെ ഒരു സംവിധാനം ഇവിടെ നമ്മുടെ PWDയോ മറ്റു ആളുകളോ ഏർപ്പെടുത്തിയിട്ടില്ല. അത് ഇന്ന് 1-2 അപകടം ഇതിന് മുന്നേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ പറയുന്ന നാട്ടുകാർ. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ഉമ്മരമ്പത്തൂർ ചുങ്കം പ്രദേശത്ത് ദേശീയപാതയുടെ നിർമ്മാണം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചൊരു ഡിവൈഡറാണിത്. ഇതൊരാഴ്ച മുന്നേ ലോറി അടിച്ച് ഇവിടെ ഇല്ലാതാവുകയും ഇന്ന് 2 അപകടങ്ങൾ ഇവിടെ സംഭവിക്കുകയുണ്ടായി. ഇപ്പോൾ നാട്ടുകാർ കൂടി താൽക്കാലികമായി ഇത് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു 500 മീറ്റർ അപ്പുറത്താണ് നമ്മുടെ ചുങ്കം വില്ലേജിൻ്റെ അവിടെ. മഴ പെയ്താൽ അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. 3-4 ലോറികൾ അപകടം ഉണ്ടായൊരു സാഹചര്യം കഴിഞ്ഞ ഓരോ മഴ പെയ്യുമ്പോഴും ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കൃത്യമായിട്ട് ഈ വർക്കിനെ കുറിച്ച് എൻജിനീയറിങ്ങോ അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ വന്ന അപാകതകൾ കൃത്യമായി പരിശോധിച്ച് ഇതിൻ്റെ സുരക്ഷ, ജനങ്ങളുടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങളിപ്പോൾ പോലീസ്, ഹൈവേ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു. ഈ വിഷയം ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു. അവരോടൊക്കെ ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്തിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഇവിടെ ഉള്ളത്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇവിടുത്തെ ജനപ്രതിനിധികളും ഇതിൻ്റെ പ്രതിഷേധം മനസ്സിലാക്കി ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വയറ് ഭയങ്കരല്ലേ, പൊട്ടിയാണ്. ഇപ്പൊ ഇന്നത്തെ നമ്മള് ട്രാഫിക്കിനോട് എല്ലാവരോടും പറഞ്ഞത് കംപ്ലൈന്റ് നമുക്ക് എഴുതി എന്തോ ഭയം കൊണ്ട് ഒരു ദിവസം ഞാൻ വന്ന് കുത്തിയേ. അറിയാത്തവർക്ക് കാണൂല, നമ്മൾ അറിയണ നമ്മക്ക് തന്നെ പറ്റില്ല. എന്റെ വണ്ടി കൊണ്ട് കുത്തിയത് സിഗ്നൽ ബോർഡില്ലാത്ത സാധനങ്ങൾ വന്ന് കുട്ടിയൊക്കെ പടപട കടന്നു ഉറപ്പല്ലേ, തട്ടി തീർച്ചിട്ടാണ് വഴി അറിയാത്തവർക്ക് തീരെ അറിയില്ല. ടയറൊക്കെ പൊട്ടിയിട്ട് അറിയാത്തത് ഭാഗ്യം. വണ്ടി അറിയാത്ത വണ്ടി പറയേ
അങ്ങനെ